ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, അതുപോലെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണെന്നും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഏറ്റവും കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല ഇതിലേക്കുള്ള സെലക്ഷൻ മെത്തേഡ് കാര്യങ്ങളും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളതൊക്കെ നിങ്ങളുടെ, കാരണം നമ്മൾ ചാനലിൽ വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളത് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇപ്പോൾ നമ്മൾ ചെയ്യാത്ത ഏതെങ്കിലും വീഡിയോസിൻ്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനൊക്കെ കാണുമ്പോൾ നമ്മളത് ചെയ്യണമെങ്കിൽ കൂടുതൽ ഏത് തരത്തിലുള്ള വീഡിയോ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സും എന്താകും ആക്റ്റീവാകും. നമുക്കതിലൂടെ നിങ്ങളെക്കുറിച്ച് ആരൊക്കെയാണ് നമ്മുടെ വീഡിയോ കാണുന്നതെന്നൊക്കെയുള്ള ഒരു വ്യക്തത നമുക്ക് വരുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കൂടെ കാണാം, യൂണിയൻ ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. 3/2/2024 മുതൽ നിങ്ങൾക്ക് ഫെബ്രുവരി 23 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്, ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇതൊരു പബ്ലിക് സെക്ടർ ബാങ്കാണെന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള. അപ്പോൾ അതിൻ്റെ പേ സ്കെയിൽ കാര്യങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിവിധ ചീഫ് മാനേജർ മുതൽ നിൽക്കുന്ന അസിസ്റ്റൻറ്റ് മാനേജർ വരെയുള്ള വിവിധ ക്വാളിഫിക്കേഷനിലുള്ള വേക്കൻസികളാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേ സ്കെയിലൊക്കെ നിങ്ങൾക്ക് കാണാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് എന്താണ് 50,000 മുകളിൽ സാലറി കിട്ടാവുന്ന പോസ്റ്റുകളാണ്. അത് മാത്രമല്ല ഇതിൻ്റെ വേക്കൻസി ടോട്ടൽ 606 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ പറയുന്ന റിസർവ്ഡ് വേക്കൻസി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ്, ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാം ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ജനറൽ വേക്കൻസി ഉണ്ടെങ്കിൽ അതിലേക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ. നമ്മുടെ റിസർവ്ഡ് വേക്കൻസി ആ ഒരു എന്താണ് SC/ST അല്ലെങ്കിൽ OBC-യിലൊന്നും വേക്കൻസി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജനറൽ വേക്കൻസിൻ്റെ ജനറലിലേക്ക് ഇത് വെച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഞാൻ പറഞ്ഞു, ഓൺലൈൻ അപേക്ഷയുടെ 3/2 ക്ലോസിംഗ് ഡേറ്റ് 23/2 പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഇതിൻ്റെ ഏജ് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ തുടങ്ങിയിരിക്കുന്ന ഫസ്റ്റ് പോസ്റ്റ് കോഡ് നിങ്ങൾക്ക് കാണാം, പോസ്റ്റ് കോഡ് 1. ഇതൊക്കെ ചീഫ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കൊക്കെ നമുക്ക് 10 വർഷം വരെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യാം, അത് ചെക്ക് ചെയ്യുക. അവർക്ക് ഇത് ഞാൻ സ്കിപ്പ് ചെയ്യണം ഈ ഭാഗമൊക്കെ. അപ്പോൾ പോസ്റ്റ് കോഡ് നമ്മൾ പറയുന്നത് പോസ്റ്റ് കോഡ് 17 മുതലാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ബാക്കിയെല്ലാം എന്താണ് എക്സ്പീരിയൻസ് വേണം, 2 ഇയർ, അതുപോലെ മിനിമം ഒരു 3 ഇയർ ഒക്കെ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ അങ്ങനെയുള്ളത് ജസ്റ്റ് അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ അസിസ്റ്റൻറ്റ് മാനേജർ ഇലക്ട്രിക്കൽ വിളിച്ചിട്ടുണ്ട്. ഇതിൽ കാണാം BE or BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ മിനിമം 60% മാർക്കോട് BE or BTech കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. SC/ST OBC ആണെങ്കിൽ അവർക്ക് SC/ST OBC അല്ല, SC PWD കാൻഡിഡേറ്റ്സിന് ഇതിൽ വേക്കൻസിയിൽ അവർക്ക് 55% മാർക്ക് മതി. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ബാക്കി എല്ലാവർക്കും 60% മാർക്ക് വേണം, യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. BE or BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം ഏജ് 20, മാക്സിമം ഏജ് 30 ആണ് ഇതിൽ ഏജ് ലിമിറ്റ് വരുന്നത്. ഇപ്പോൾ SC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിലും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും, 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇതിനടുത്ത് അസിസ്റ്റൻറ്റ് നിങ്ങൾക്കിവിടെ കാണാം, സിവിൽ എഞ്ചിനീയർ ആണ്, അസിസ്റ്റൻറ്റ് മാനേജർ സിവിൽ എഞ്ചിനീയർ ആണ്. ഇതിൽ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ BE or BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 60% മിനിമം മാർക്ക് വേണം. ST അതുപോലെ PWD കാൻഡിഡേറ്റ്സിനാണ് ഇതിൽ റിസർവ്ഡ് വേക്കൻസിയിൽ അവർക്ക് 55% മാർക്ക് ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 20, മാക്സിമം 30 ഇപ്പോൾ ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനടുത്തത് നമ്മൾ അസിസ്റ്റൻറ്റ് മാനേജർ ആർക്കിടെക്ചർ ആണ്. ഇതിൽ നിങ്ങൾക്ക് ആർക്കിടെക്ചറിൽ എന്താണ് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്, ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 60% മാർക്ക് വേണം. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 55% മാർക്ക് മതി. യാതൊരുവിധ എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് ഇതിലേക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ നമ്മൾ അസിസ്റ്റൻറ്റ് മാനേജർ ടെക്നിക്കൽ ആണ്. ഇതിൽ നിങ്ങൾക്ക് മിനിമം 20, മാക്സിമം 30 ഏജ് ലിമിറ്റ് വരുന്നത്. SC/ST ഒക്കെ ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിലൊക്കെ OBC വേക്കൻസി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ബിരുദമാണ്. അത് ഈ പറഞ്ഞിരിക്കുന്ന സിവിലോ ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ മെക്കാനിക്കലോ അല്ലെങ്കിൽ പ്രൊഡക്ഷനിലോ അല്ലെങ്കിൽ മെറ്റലർജി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ കെമിക്കൽ തുടങ്ങിയിട്ടുള്ള എക്സെട്ര ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിഗ്രി നിൽക്കുന്നുണ്ടെങ്കിൽ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, SC/ST OBC PWD കാൻഡിഡേറ്റ്സ് എങ്കിൽ 55% മാർക്ക്, യാതൊരുവിധ എക്സ്പീരിയൻസും ആവശ്യമില്ല, ഫ്രഷറിന് അപ്ലൈ ചെയ്യാം. ഇതടുത്ത് 21ാമത്തെ പോസ്റ്റ് കൂടും കാണാം, അസിസ്റ്റൻറ്റ് മാനേജർ ഫോറിൻ എക്സ്ചേഞ്ച് ആണ്. ഇതിൽ മിനിമം 20, മാക്സിമം 30 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിൽ SC/ST ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. PWDക്ക് 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം മിനിമം 60% മാർക്കോട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. SC/ST PWD OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 55% മാർക്ക് മതി. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് വേണം, MBA അല്ലെങ്കിൽ PG DBA അല്ലെങ്കിൽ PG DBM അല്ലെങ്കിൽ PG
PM അല്ലെങ്കിൽ PG DM ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എന്താണ് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ ചെയ്തിരിക്കണം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയോ അല്ലെങ്കിൽ MBA ഒക്കെ ചെയ്തിരിക്കണം. അതിൽ സ്പെഷ്യലൈസേഷൻ ഏതാണെന്ന് വെച്ചാൽ ഫൈനാൻസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബിസിനസ് അല്ലെങ്കിൽ ട്രേഡ് ഫൈനാൻസ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും മേഖലയിൽ സ്പെഷ്യലൈസേഷനോട് കൂടി MBA അല്ലെങ്കിൽ PGDBM ഈ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള ഡിപ്ലോമകൾ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേറെ യാതൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ബാക്കിയുള്ളതൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള പോസ്റ്റുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അത് നോക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ റിലാക്സേഷൻ ഞാൻ പറഞ്ഞു, SC/ST OBC PWDൻ്റെ ഒക്കെ ഏജ് റിലാക്സേഷൻ പറഞ്ഞു, എക്സ് സർവീസ്മാനൊക്കെ നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ എക്സാമിനേഷൻ, ഗ്രൂപ്പ് ഡിസ്കഷൻ, അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന പോസ്റ്റ് കോഡ് 1 മുതൽ 16 വരെയുള്ളത് എന്താണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അതുമായി ബന്ധപ്പെട്ട അവരുടെ ഏത് ഡൊമൈനാണെന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൽ വരിക. പിന്നെ നമുക്ക് ഈ പറയുന്ന ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസി 17, 18, 19, 20, 21 എന്ന് പറയുന്ന പോസ്റ്റ് കോഡാണ്. അപ്പോൾ അതിലുള്ളവർക്കുള്ള ആ ഒരു എക്സാമിൻ്റെ മാതൃക ഇതിൽ കൊടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ദെൻ റീസണിങ് 50 ക്വസ്റ്റ്യൻ ആയിരിക്കും. ദെൻ പ്രൊഫഷണൽ നോളജ് റെലവൻറ്റ് പോസ്റ്റ്, അപ്പോൾ ഏത് പോസ്റ്റിനനുസരിച്ചുള്ള നമ്മുടെ സബ്ജക്റ്റിലുള്ള ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് 50 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു 25 ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ആ ഒരു സ്കീം വരിക. പിന്നെ ഇതിൽ നമ്മൾ ക്വാളിഫൈ ചെയ്താൽ പേഴ്സണൽ ഇൻ്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. പിന്നെ എക്സാമിനേഷൻ സെൻറ്റർ നമുക്ക് കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റർ ഒന്നുമില്ല. നമുക്കെന്താണ് ഇപ്പോൾ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ചെന്നൈയൊക്കെ വേണമെങ്കിൽ പോയി എഴുതാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങൾ എക്സാം എഴുതണം. ഇതിൽ പറയുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കുള്ളൂ. നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് അപേക്ഷാ ഫീസ് വരുന്നത് 850 രൂപയാണ് ജനറൽ EWS OBC കാൻഡിഡേറ്റ്സ് അപേക്ഷാ ഫീസായിട്ട് കൊടുക്കേണ്ടത്. എന്നാൽ SC/ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 175 രൂപ അപേക്ഷാ ഫീസായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഡെബിറ്റ് കാർഡ്, അതുപോലെ ക്രെഡിറ്റ് കാർഡ്, UPI ഒക്കെ ഉപയോഗിച്ച് ഈസി ആയിട്ട് ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഫോട്ടോഗ്രാഫ് 200x230 പിക്സൽ ഡയമെൻഷൻ വേണം. 20 KB 50 KB ഇടയിലുള്ള ഫയൽ സൈസ് ആയിരിക്കണം. അപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം എന്നുള്ളതാണ്. ദെൻ സിഗ്നേച്ചർ അതുപോലെ 140x60 ആയിരിക്കണം. 10 KB 20 KB ഇടയിലായിരിക്കണം ഫയൽ സൈസ്. ദെൻ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ വേണം. അത് നമ്മളൊരു വൈറ്റ് പേപ്പറിൽ ഇടത്ത് തള്ളവലിൻ്റെ തമ്പ് ഇംപ്രഷനായിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. 240x240 ആയിരിക്കണം. 20 KB 50 KB ഇടയിലായിരിക്കണം ഫയൽ സൈസ്. പിന്നെ ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ വേണം. ഡിക്ലറേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേര് എഴുതാന്നുള്ളതാണ്. ബാക്കി ഇതേപോലെ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. 800x400 പിക്സൽ ആയിരിക്കണം ഡയമെൻഷൻ. 50 KB 100 KB ഇടയിലായിരിക്കണം ഫയൽ സൈസ് എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ എന്തെങ്കിലും ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. പിന്നെ SC/ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക കൊടുത്തിട്ടുണ്ട്. ഇതേ മാതൃക നിങ്ങളുടെ കയ്യിൽ വാലിഡ് ആയിട്ടുണ്ടെങ്കിൽ അത് മതി എന്നുള്ളതാണ്. ഇനി OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിനുള്ളതും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതേ സെയിം മാതൃക നമ്മളെടുത്തിട്ടുണ്ടെങ്കിൽ അത് മതി. ഇനി EWS കാൻഡിഡേറ്റ്സും അതിൻ്റെ മാതൃക ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡിസബിലിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമുള്ള മാതൃകകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ EWSൻ്റെ ആണെങ്കിൽ ഇതാണ് വരിക സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി എങ്ങനെയാണ് നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ആവുമെന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാം, ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. അപ്പോൾ നമ്മൾ IBPS വഴിയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം റിക്രൂട്ട്മെൻറ്റ് ഓഫ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും 24/25. നിങ്ങൾക്ക് അതിൻ്റെ ഓൺലൈൻ ഡേറ്റിംഗ്, സ്റ്റാർട്ടിംഗ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ കാണാം. നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് സെയിം ഫോം തന്നെ നമ്മുടെ ചാനലിൽ ഞാൻ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സെയിം ഫോമാണ് ഉണ്ടായിരിക്കുക, IBPSൻ്റെ സെയിം ഫോമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ ഞാൻ ഇതൊക്കെ കംപ്ലീറ്റ് ഫില്ല് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, ഇതിലേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് 4-5 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് ചെയ്യാം. അതായത് അടുത്ത ഫോട്ടോ സിഗ്നേച്ചർ, മറ്റ് ഡീറ്റെയിൽസ്, പ്രിവ്യൂ കൊടുക്കുക, ഫോട്ടോ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ, അതുപോലെ നമ്മുടെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഇതൊക്കെ അപ്ലോഡ് ചെയ്യുക, ലാസ്റ്റ് പേയ്മെൻറ്റ്. ഇതാണ്. എന്നിട്ട് പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്ത് പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടുതൽ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഇതിൻ്റെയും അപേക്ഷയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോസൊക്കെ ചെയ്യാം. കാരണം സാധാരണ നമ്മുടെ ചാനലിൽ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസിന് വ്യൂവേഴ്സ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊരു മടിയുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. നിങ്ങൾ കൂടുതൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാവുകയും അതിനനുസരിച്ച് നമ്മുടെ ചാനലിനെ നമുക്ക് കൊണ്ടുപോകാനും പറ്റുന്നതാണ്. മാക്സിമം നിങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. താങ്ക് യു.